നമുക്ക് എങ്ങനെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ സാരിക്കും ക്രോപ്പ് ടോപ്പിനും ഒക്കെ തന്നെ ഇടാൻ വരുന്ന തരത്തിലാണ് നമ്മളിവിടെ ബ്ലൗസ് എടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് പഫ് നമ്മുടെ സ്ലീവ്സിൻ്റെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബിഗിനേഴ്സിനൊക്കെയും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വേയിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പിറകുവശം നോക്കുവാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ ഡോരി വെച്ചിട്ട് സെറ്റാക്കിയിട്ടാണുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി ബാക്ക് ഓപ്പൺ ബ്ലൗസ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വീഡിയോ അവസാനം വരെയും കാണാം. കുറച്ചധികം ലോങ് ആണ്, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൊക്കേഡ് ഫാബ്രിക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 1 മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 120 രൂപയോ മറ്റോ ആയിരുന്നു, പരാഗനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഏകദേശം അതിന് മാച്ചിങ് ആയി വരുന്ന ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സമ്മർ കൂൾ എന്ന് പറയുന്ന തുണിയില്ലേ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 40-45 രൂപയെ മീറ്ററിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ലൈനിങ്ങിൽ നമുക്ക് മെഷർമെൻറ്റ്സും മറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലൈനിങ് എടുത്ത് അതിനെ എന്ത് ചെയ്തു, 2ആക്കി മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബ്ലൗസിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ സാരി നമ്മളിവിടെ ഒരു 15 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഒരു 14 അടുത്ത് അങ്ങനെയായിട്ട് പോകും. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ ഒരു 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്തല്ലോ, രണ്ടും കൂടെ നീട്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി 2ആക്കി നേരെ നടുവിലൂട്ടിയല്ല മടക്കിയത്, അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇപ്പുറത്ത് വെച്ച് കൊടുക്കുക. അതായത് അടിവശത്തെ പീസിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മടക്കുമ്പോൾ മുകളിലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്, അതായത് ഹാഫ് അല്ല ചെസ്റ്റ് അളവില്ലേ മൊത്തത്തിൽ അളക്കുന്നത്, ആ ഒരു മെഷർമെൻറ്റ് വരുന്നുണ്ടോ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി അധികം വേസ്റ്റേജ് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അവിടെ 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. കണ്ടോ, സെയിം കളർ തുണിയാണ് മനസ്സിലാവാത്തത്. ഇത് മുകളിലത്തെ തുണിയാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ അവിടെ എക്സ്ട്രാ വിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ കട്ടൊക്കെ വരുമ്പോൾ മിസ്സാവുമല്ലോ, അതുകൊണ്ടാണ് കറക്റ്റ് നടുവിലൂടെ മടക്കാതെ ഇച്ചിരി 2 ഇഞ്ച് അപ്പുറം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്ന നമുക്ക് ആ ഒരു മുകളിൽ കുറവുള്ള പീസില്ലേ, ആ ഒരു പീസ് കറക്റ്റ് ചെസ്റ്റ് അളവിൻ്റെ അളവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഴപ്പമില്ല. അഥവാ നിങ്ങൾ കുറച്ചധികം ചെസ്റ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ തുണി ഓപ്പോസിറ്റായിട്ട് മടക്കി വെച്ച് മുറിച്ചാൽ മതിയേ. ഞങ്ങൾ ആ വീതി നടുവിലൂട്ടാവുന്ന രീതിയിലാണ് മുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തുണി ഇങ്ങനെ 2ആക്കി മടക്കിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ആ മാർക്ക് ചെയ്തത്, അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലെങ്ത്തിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കിട്ടിയ പീസിനെ എന്ത് ചെയ്യുക, നമ്മൾ ആ മടക്കിയതിലൂടെ തന്നെ 2 പീസാക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കിട്ടും. ഫ്രണ്ട് പാർട്ടിന് നമ്മുടെ വിഡ്ത്ത് കൂടുതലായിരിക്കും, കാരണം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തല്ലോ. ബാക്ക് പാർട്ടിന് അത്രയും ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനകത്ത് നമ്മൾ മെഷർമെൻറ്റ്സും മറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ നെക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷോൾഡർ മൊത്തത്തിൽ 6 ഇഞ്ച്, അതായത് നെക്ക് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ താഴേക്ക് ഒരു 6 ഇഞ്ചാണ് ഞങ്ങൾ യൂഷ്വലി ആം ഹോൾ എടുക്കാറ്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും 6 ഇഞ്ച് തന്നെ ആയിരിക്കും. സോ 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആം ഹോൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ചെസ്റ്റ് അളവ് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിന് 4/1 8.5, അതായത് 8.5 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്തു, 8.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് നമ്മുടെ താഴത്തെ ഷേപ്പില്ലേ സാരീൻ്റെ, അത് ബ്ലൗസിൻ്റെ താഴെവശം, അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. എനിക്കതൊരു 30 ഇഞ്ചാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ 4/1 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ ഒരു ചെസ്റ്റിൻ്റെ ആ തയ്യൽ തുമ്പ് പ്ലസ് ഈ ഷേപ്പിൻ്റെ തയ്യൽ തുമ്പ് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലായിട്ട് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോർണർ ഉണ്ടല്ലോ, കോർണറിൽ നിന്ന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വരച്ച 6 ഇഞ്ച് ഉണ്ടല്ലോ, ആ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴെ മാർക്ക് ചെയ്ത 1.5 ഇഞ്ചില്ലേ, അതിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരക്കുവാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നമ്മൾ ചെറിയ എക്സ്ട്രാ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് താഴേക്ക് ഒരു 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആ 8 ഇഞ്ചും 3 ഇഞ്ചും കൂട്ടിയിട്ട് നമ്മളൊരു ബോക്സ് അവിടെ ഫോം ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഡയറക്റ്റ് സാധാ നെക്ക കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് സാധാ നെക്ക് കൊടുത്താൽ മതി.
ഓക്കെ, 6 ഇഞ്ചൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ നെക്കും അത് കഴിഞ്ഞ് താഴെയാണ് ഓപ്പൺ കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചിൽ നമ്മൾ ഒരു ബോക്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെയിം തന്നെ അത് മുകളിലത്തെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ 3 ഇഞ്ച് 3 ഇഞ്ച് വരുന്ന ഒരു സ്ക്വയറും താഴെ ബാക്കിയുണ്ട്. എന്നിട്ട് താഴെ വന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഒരു റെയിൻ ഡ്രോപ്പ് ഓപ്പണിംഗ് പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ചെയ്തു വരുമ്പോൾ റെയിൻ ഡ്രോപ്പ് പോലെയല്ല, ഒരു ഓപ്പൺ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവിടെ ഏത് ഓപ്പണിംഗ് ആണോ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഞങ്ങളിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈയിലൊന്നും നടന്നിട്ടുണ്ടായാലും ഇപ്പോൾ ജസ്റ്റ് വീഡിയോന് വേണ്ടി വരച്ച ട്രൈ. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലുള്ള ആ ഒരു 3x3 ഇല്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മേലത്തെ ഫസ്റ്റത്തെ ഒരു തല കയറാനുള്ള ഇതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇത് വെട്ടിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ആം ഹോള് മൊത്തത്തിൽ ആ ഒരു ഷേപ്പ് തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് താഴേക്കുള്ള ആ ഒരു ഷേപ്പിൻ്റെ ആ പോർഷനും വെട്ടിയെടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ കറക്റ്റ് ആ വരച്ചതിൽ കൂടെ തന്നെ മുകളിലത്തെ ആ ഒരു റൗണ്ട് നെക്ക് പ്ലസ് താഴേക്കുള്ള ഓപ്പണിങ് ആ ഒരു ഷേപ്പിൽ ആ നെക്കും നമ്മൾ വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ഫാബ്രിക്കിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മെയിൻ ഫാബ്രിക് ബ്രൊക്കേഡ് ആയതുകൊണ്ടും അതിൽ വരച്ച് കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് ചെയ്തത്. നിങ്ങളിപ്പോൾ കോട്ടൺ ബ്ലൗസ് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കിലും ചെയ്താൽ മതിയോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് അതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നത്, കാരണം അത് അങ്ങനത്തെ തുണിയാണ്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഏകദേശം ബാക്ക് നെക്കിൻ്റെ ലൈനിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് നെക്കിൽ ഓപ്പൺ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ മടക്കില്ലേ, നമ്മൾ ആ മടക്കി നടുവിലൂട്ടെ അവിടെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്തായാലും അത് കട്ട് ചെയ്യണം, ബാക്ക് ഓപ്പൺ ആണല്ലോ ബ്ലൗസ്. അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഫ്രണ്ട് പാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആൻഡ് ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതായത് 3 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് താഴേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 6 ഇഞ്ച് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് ഇല്ലേ, അത് 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ 6 ഇഞ്ചിന് നീട്ടി വരച്ചിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു 34 ആണ്, അതിൻ്റെ 1/4 8.5. അപ്പോൾ ഇത് ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പോർഷൻ. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്കും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ നെക്കിന് നമ്മളിവിടെ 6 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴേക്ക് ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ടാണ് 8 ഇഞ്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ യൂഷ്വൽ ആണെങ്കിൽ ഒരു 6 ഇഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് 6 ഇഞ്ചും ആ 3 ഇഞ്ചിൻ്റെ അതില്ലേ ആ പോയിൻറ്റും കൂടെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഒരു റൗണ്ട് നെക്കല്ല, ഒരു യു നെക്ക് അങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ബോട്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബോട്ട് നെക്ക് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ നെക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നെക്കും കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആം ഹോളും കൂടെ വരച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ താഴോട്ടേക്ക് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പോലെ തന്നെ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 8.5 നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തു. എൻ്റെ അവിടത്തേക്ക് നമ്മൾ ഈ ആം ഹോൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. ബാക്കി ഒരു 2 ഇഞ്ച് അപ്പുറത്തേക്ക് നമ്മൾ സീം അലവൻസ് അത് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ടക്ക് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിൻസസ് കട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഒരു 10 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ക്ലോസ് ആയ ഭാഗമില്ലേ, അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 10 ഇഞ്ചും 3 ഇഞ്ചും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ കട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യാം, ഒരു ലൈന് നീട്ടി വരച്ച് കൊടുക്കുക. ഓക്കെ, ടാപ്പ് വെച്ചിട്ട് താഴേക്ക് ആ ഒരു പോയിന്റ് അതായത് 10ഉം 3ഉം ക്രോസ് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ലൈന് നീട്ടി വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആം ഹോളില്ലേ, ആം ഹോൾ ആ ചെസ്റ്റിൻ്റെ പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പകുതി എവിടെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെത് ആ ഒരു ആം ഹോളിൻ്റെ കർവിലാത്താണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ച് അവിടെ ആ ഒരു പോയിന്റ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു ലൈന് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ലൈന് വരുന്നത്. അപ്പോൾ ഒരു 4.5 ഇഞ്ച് വരുന്ന രീതിയിൽ കൊടുത്താലും മതി, ഏകദേശം എല്ലാവരും ആ ലെവലിലാണ് വരും അത്. ഓക്കെ, ഇനി താഴേക്ക് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചല്ലോ, ആ ഒരു ലൈനിൻ്റെ അവിടെ ടാപ്പ് വെച്ചിട്ട് ഒരു 1 ഇഞ്ച് അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വരച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ക്ലോസ്ഡ് സൈഡിലല്ല, നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലാണ്.
എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ ആ ഒരു പോയിന്റില്ലേ മാർക്ക് ചെയ്തത്, ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ചെറിയൊരു കേർഡ് ലൈനും കൂടെ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തത് വെട്ടിക്കൊടുക്കാം. ആദ്യം തന്നെ ആം ഹോൾ രണ്ടും വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ കുറേ കട്ട് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ മിനിമൽ കട്ട് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും പ്രിൻസസ് കട്ട് ബ്ലൗസ് പോലെ തന്നെ ഉണ്ടാവും. ആൻഡ് പ്രോപ്പർ പ്രിൻസസ് കട്ടിൻ്റെ ട്യൂട്ടോറിയൽ അല്ല ഇത്. പ്രൊഫഷണലായിട്ട് പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് തോന്നും. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നെക്ക് വെട്ടിയെടുത്തു, ആം ഹോൾ വെട്ടിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്ത ആ ഒരു ഡിസൈനില്ലേ, ആ ഒരു ഷേപ്പ് അപ്പുറത്തെ സൈഡിലും വേണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ വെട്ടിയെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ചെറിയ കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കട്ടിയിൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ അത് അങ്ങോട്ടേക്കാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. നമ്മളൊന്ന് ട്രേസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോൾഡർ രണ്ടും ഒരുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. താഴത്തെ ബോഡിയും എല്ലാം ഒരുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് അത്യാവശ്യം കട്ടിയിലാണല്ലോ നമ്മൾ വരച്ചിട്ടുള്ളത്. എന്നിട്ട് അത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ഇത് വന്നിട്ടുണ്ടാവും. അപ്പുറത്ത് കൊടുത്ത ആ ഒരു മാർക്കിങ്സ് ഇല്ലേ, ആ ഒരു മാർക്കിങ് അപ്പുറം വന്നിട്ടുണ്ടാവും. ജസ്റ്റ് രണ്ടാമത് വീണ്ടും അതെടുത്തിട്ട് വരേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് അതെന്ത് ചെയ്യുക, ഒന്ന് ട്രേസ് എടുത്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു മാർക്കിങ്ങിലോട്ട് ഒന്നും കൂടെ കട്ടിയിൽ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ്ങിൽ വരുന്ന മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കണേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് മെയിൻ ഫാബ്രിക് മുറിച്ചെടുക്കാം. അപ്പോൾ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് നേരെ നടുവിലൂടെയല്ല, കുറച്ച് ഇപ്പുറത്ത്, അതായത് നമ്മുടെ ഈ ഒരു ലൈനിങ് വെച്ച് നോക്കുമ്പോൾ ഒരു ഫുൾ പാർട്ട് കിട്ടുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോർഷൻ ഒരു ലെയറിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു അപ്പുറത്ത് കുറേ പീസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ മാത്രം മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ആ ഒരു ലെങ്ത് ഇല്ലേ ബ്ലൗസിൻ്റെ, ആ ഒരു ലെങ്ത് 15 ഇഞ്ചായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുകളിൽ ഒരു ബാൻഡ് പോലൊരു പ്ലെയിൻ പീസ് ഉണ്ട്, അത് നമ്മൾ വെട്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് മൊത്തത്തിൽ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ മടക്കി വെച്ച പീസ് മാത്രം, ഇപ്പോൾ ഒത്ത നടുവിലൂടെ നമ്മൾ മടക്കിയെങ്കിൽ കുറേ പീസ് വേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം എടുത്തിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ട് വെച്ചിട്ടില്ലേ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്, അതിനേക്കാൾ ഇച്ചിരി അധികം വരുന്ന രീതിയിലായിട്ട് മടക്കിയിട്ടിട്ട് വെട്ടിയെടുത്തപ്പോൾ നമുക്ക് ഈ എത്ര മാത്രമേ പീസ് ആവശ്യം വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ വേസ്റ്റ് ആവേ. അപ്പോൾ നമ്മളിതാ അത് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ജസ്റ്റ് 4 ആക്കിയിട്ട് നമ്മൾ മടക്കി കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റ്, അതായത് നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു സൈഡ് നേരത്തെ ലൈനിങ് ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക് പീസ് ആദ്യം ഒന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ക് പീസ് വെക്കുന്ന സമയത്ത് മുകളിലെ ഓപ്പണിംഗ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. അപ്പോൾ കണ്ടോ, ഈ മേലത്തെ പീസിന് കണക്കായിട്ടാണ് ബാക്ക് പീസ് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ലെങ്ത് ഒന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ആ മടക്കിയതിലൂടെ തന്നെ നമ്മളൊന്ന് വെട്ടിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് സെപ്പറേറ്റ് രണ്ടും വെട്ടിയാലും കുഴപ്പമൊന്നും വരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഫസ്റ്റ് പീസിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് അതിന് ശേഷം വേണം മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 പീസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് എടുത്തു, ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 ആക്കി മടക്കിയിട്ടാണ് ഉള്ളത്. ഇനി ആ ഒരു ബാക്ക് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഒന്നുകിൽ മാർക്ക് ചെയ്തിട്ട് വെട്ടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വെട്ടാം. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റാണ് വെട്ടിയിട്ടുള്ളത്. വെട്ടുന്ന സമയത്ത് ഇച്ചിരി എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആം ഹോളിൻ്റെ അവിടെയൊക്കെ, കാരണം ലാസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയാൽ മതിയാവുമല്ലോ. അപ്പോൾ ഇതിൽ ആം ഹോളും ആ ചെസ്റ്റിൻ്റെ പോർഷനും മാത്രമേ വെട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ, നെക്ക് വെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, മെയിൻ ഫാബ്രിക്കിൽ നെക്ക് വെട്ടേണ്ട ആവശ്യമില്ല, അത് കാരണം നമ്മൾ ലൈനിങ്ങിൽ ഓൾറെഡി വെട്ടിയല്ലോ. അപ്പോൾ ആം ഹോള് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് കടത്തി വെട്ടുന്നുണ്ട്, കാരണം കറക്റ്റ് എടുക്കാണ്ട് അവസാനം മുറിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ. ആൻഡ് അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഇച്ചിരി അപ്പുറം നിന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടെ ഇച്ചിരി കൊടുത്തിട്ടുണ്ട്, അത് വിഷയമല്ല. അപ്പം നമ്മൾ ഈ കട്ട് അവിടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാബ്രിക് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്കിനി സ്ലീവ്സിൻ്റെയും കൂടെ ചെയ്യാനുണ്ട്. സ്ലീവ്സ് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതും കാണിച്ചു തരാവേ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ മെയിൻ ഫാബ്രിക് എടുത്തല്ലോ വെട്ടിയത്, അതിൻ്റെ മുകളിൽ ആ ഒരു എക്സ്ട്രാ പീസ് നമ്മളൊന്ന് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തു.
ഓക്കെ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. കാരണം ഈ തുണി ഒരു വകയിൽ കയ്യിൽ നിൽക്കുന്നുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ലൈനിങ്ങും ഈ ഒരു മെയിൻ ഫാബ്രിക്കും കൂടി ആ നെക്കിൻ്റെ കട്ട് കൊടുത്തല്ലോ, ആ ഒരു കട്ടിന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തത്, അപ്പോൾ ആ റൗണ്ട് നെക്കിന് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്കാണ് ഈ ഒരു ലൈനിങ് വെച്ചത് എന്നുള്ളത് ആരും മറന്നുപോലെ. നല്ല വശത്തിട്ട് നമുക്കിത് ബാക്കിലോട്ടേക്ക് മറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ലൈനിങ് പിറകിലായിട്ട് പോയിക്കോളും. ഓക്കെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ എക്സ്ട്രാ വന്ന നെക്ക് ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേ അളവിലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ലൈൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക. അപ്പം നമ്മൾ ആ കുഞ്ഞു കട്ടിട്ട ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈനിങ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പതിച്ച് തയ്ച്ച് കൊടുക്കുക. കാരണം നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ചെയ്യുന്നില്ല എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ബാക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് മൊത്തത്തിലൊന്ന് ഇങ്ങേയറ്റം മുതൽ മെയിൻ ഫാബ്രിക് തട്ടാതെ ലൈനിങ്ങും ആ കുഞ്ഞു പീസും. എന്നിട്ട് ഈ മെയിൻ ഫാബ്രിക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ പിറകിലായിട്ട് ഈ ഒരു ലൈനിങ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഇടുന്നതിനേക്കാൾ നല്ലത് കൈകൊണ്ട് തുന്നുന്നതായിരിക്കും. ഞങ്ങളിവിടെ ജസ്റ്റ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റിച്ച് അയച്ചിട്ട് കൈകൊണ്ട് തുന്നാന്നുള്ളൊരു ഐഡിയയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തുന്നുന്നുണ്ടെങ്കിൽ തുന്നാം, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വര വരച്ചില്ലേ, ആ ഒരു കർവ്ഡ് ലൈൻ ആം ഹോൾ നിർന്ന് അത് താഴേക്ക് ആ സ്ട്രേറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്തില്ലേ, ആ ഒരു ലൈൻ അങ്ങനെ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പുറത്തെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എളുപ്പപ്പണിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്, സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡ്, ഒരു സൈഡും മറ്റേ സൈഡും ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു കർവായിട്ട് ആം ഹോളിൽ നിന്ന് വന്ന ആ ഒരു പോർഷനും സ്ട്രെയിറ്റ് ലൈനും പിന്നെ നമ്മൾ ചെരിച്ച് വരച്ചില്ലേ, ആ മൂന്നും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് ആ ലൈനിലൂട്ട. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇവ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. ഓക്കെ. അപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ആ ഒരു പോർഷൻ വെട്ടിക്കളയുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, അത് തുണി കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ കുറച്ചിപ്പുറം കടത്തിയിട്ടായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ചല്ല, അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ആ കട്ട് ചെയ്തതിൻ്റെ രണ്ട് അറ്റം ഉണ്ടല്ലോ, അത് രണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചു കൊടുക്കുക. ഓക്കെ. ഒന്നിച്ച് പിടിച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആ ഒരു കർവ് ഉണ്ടാവുമല്ലോ, ആ ഒരു കർവിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് കൊണ്ട് ആ രണ്ട് പോർഷനും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിലായിട്ട് ആ ഒരു താഴത്തെ കട്ട് ചെയ്ത ഭാഗം രണ്ടും അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആം ഹോളിലേക്ക് പോയ സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ച് ഇങ്ങനെ നടുവിൽ വരുന്ന രീതിയിലായിട്ട് പിടിക്കുക. ഓക്കെ. മടക്കിൽ ആ ഒരു സ്റ്റിച്ച് ഉണ്ടായിരിക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യുക, മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക ആം ഹോൾ വരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോർഷൻ അവിടെ എന്താ പറയണ്ടത്, ആ ഒരു മോഡൽ അവിടെ കിട്ടിയിട്ടുണ്ടാകും ഫ്രണ്ടിൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ കട്ട് ചെയ്ത ഭാഗവും രണ്ടും ഒന്നിച്ച് പിടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മടക്കിയിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആം ഹോളിലേക്ക് പോകുന്നില്ലേ, അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത സ്റ്റിച്ച് ആയിരിക്കണം ആ സെൻറ്ററിൽ വരുന്നത്. ഓക്കെ. അത് സ്റ്റിച്ചിൽ വെച്ചിട്ടായിരിക്കണം മടക്കുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. ഇതിലങ്ങനെ കൂടുതൽ കട്ടിങ് ആവശ്യം വരുന്നില്ല. ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ കറക്റ്റ് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു മോഡൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ. ഞങ്ങളിങ്ങനെയാണ് കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞാണ് ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്കിത് പ്രിൻസസ് കട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുണി ഒരുമാതിരി ആയതുകൊണ്ട് ബോഡിയിൽ ഇട്ടാൽ മാത്രമേ ഇതിന് ഷേപ്പ് മനസ്സിലാകത്തുള്ളൂ. കട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ തന്നെ നമ്മളെ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ഡോരി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഡോരി ഞാനിവിടെ ലൈനിങ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഡോരീസ് വാങ്ങാൻ കിട്ടും, അത് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം. ഞങ്ങളുടെ അടുത്തത് ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ലൈനിങ് വെക്കാൻ ഡോരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നീളത്തിൽ ഒരു തുണി നമ്മൾ വെട്ടിയെടുത്തു ലൈനിങ്. എന്നിട്ട് അത് രണ്ട് വശം കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഡോരി ആയതുകൊണ്ട് ചെറിയ ഗ്യാപ്പിലാണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. വളരെ 1 സെൻറ്റിമീറ്ററോ അത്രയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് സ്റ്റിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അപ്പുറത്ത് കുറച്ച് അധികം പാർട്ട് ഉണ്ടായിരുന്നു, നമുക്കിത് മറിച്ചിടണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഡോരീൻ്റെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഫാബ്രിക്കിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് വെട്ടിക്കൊടുത്തു. ഓക്കെ. എന്നിട്ട് രണ്ടും കൂടെ കോൺ ടു കോണാക്കി വെട്ടിക്കൊടുത്തിട്ട് ഈ ഒരു ഡോരി എടുത്തിട്ട് ആ കോണ് മടക്കിയ കോണിൻ്റെ മുകളിലായിട്ട് അറ്റം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടും ഒന്ന്
ക്ലോസ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇമേജിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ആദ്യം ആ ഡോരിയും ആ ഒരു പീസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ച് വെച്ചിട്ട് താഴത്തെ വശം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്, ഓക്കെ, ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അറ്റം ഒന്ന് ജസ്റ്റ് വെട്ടിക്കളയുക, എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ഡോരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ആ ഒരു പോയിന്റിൽ ഈ ഒരു ഡോരി വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോരിയും പ്ലേസ് ചെയ്യുക നടുക്ക്. ഓക്കെ, മെയിൻ ഫാബ്രിക്, ഡോരി, ലൈനിങ് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ അവിടെ കെട്ട് വരുന്നത് ആ ഒരു ക്ലോസിങ്ങിലല്ലേ, അപ്പോൾ അവിടെ വരുന്ന രീതിയിലായിട്ട് ഈ ഡോരീനെ ഒന്ന് വെച്ച് കൊടുക്കുക. നീങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും ആ ഡോരി എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റില്ലേ, ആ ഒരു എന്താ പറയണ്ട ഓപ്പണിങ്ങിൻ്റെ കോണ് അവിടെ തന്നെ രണ്ടും വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കാരണം എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഫ്രണ്ടിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ആദ്യം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഡിസൈന്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു റൗണ്ട് നെക്ക്, പിന്നെ താഴേക്കൊരു ഓപ്പണിങ്, അങ്ങനെയാണ് നമ്മൾ ഈ ബാക്ക് നെക്കിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഡോരി വരുമ്പോൾ ഡോരീനെ ആ പിന്നെ അയച്ചിട്ട് ആ ഡോരി ഒന്ന് അവിടെ കറക്റ്റ് ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതവിടെ ഫിക്സ് ആക്കിയതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് വീണ്ടും അപ്പുറത്തെ സൈഡിൽ ഡോരീൻ്റെ അടുത്തെത്തി അതൊന്ന് ഫിക്സ് ആക്കി മേലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ഇച്ചിരി ക്ഷമ വേണ്ടൊരു പരിപാടിയാണ്, കാരണം ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ വരുന്നതുകൊണ്ടേ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ നെക്ക് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വലിയ പണിയൊന്നുമില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ഇത് വലിയ ഓപ്പണിംഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 8 ഇഞ്ച് എടുത്തില്ലേ, അതിന് വേറെ കുറച്ച് അധികം എടുത്താലും മതി. ഞങ്ങളിവിടെ ചെറിയൊരു ഓപ്പണിംഗ് ആയിരുന്നു ജസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങി ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ആ ഡോരീൻ്റെ അടുത്ത് എത്തുമ്പോൾ ജസ്റ്റ് ആ പിന്നൊന്ന് മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ സൂചി പൊട്ടും. പിന്നൊന്ന് മാറ്റി ആ ഒരു പോയിന്റിലേക്ക് വന്ന് ജസ്റ്റ് അവിടെ സൂചി ഇറക്കി വെച്ച് എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അവിടെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഡോരീനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് അവിടെ നിൽക്കാൻ വരുന്നതിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ സൂചി കുത്തി വെച്ച് ഒന്ന് തിരിച്ചെടുത്ത് എന്താ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് ഇങ്ങേറ്റം വരെയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് എക്സ്ട്രാ വന്ന ഫാബ്രിക്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ബാക്കിൽ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെയും മുകളിലത്തെ നെക്കിൻ്റെ അവിടെ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. അത് മാത്രമേ ലൈനിങ്ങിൽ ടച്ച് ചെയ്യാണ്ട വിധത്തിൽ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫാബ്രിക്കും മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിത് മറിച്ചിടാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയുക. അപ്പം നല്ല വശത്ത് ഇതൊക്കെയും വെക്കണം, കാരണം എന്നാലേ മറിച്ചിടുന്ന സമയത്ത് ഇത് പിറകുവശത്തേക്കായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിലായിട്ട് നമ്മൾ ആ എക്സ്ട്രാ വന്ന പീസ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞി നോട്ടിട്ട് കൊടുക്കണം. നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റ് ബാക്കിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ കുഞ്ഞി കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് താഴത്തെ ആ ഒരു വശത്തും വേണം, മുകളിലത്തെ ആ ഒരു വശത്തും വേണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചിടുമ്പോൾ ഇത് കറക്റ്റ് ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞി കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിടണം. അപ്പോൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്താ, നമുക്ക് നേരത്തെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ ചെയ്യാം. പക്ഷേ ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ ഒരു ഷേപ്പ് വന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈനിങ് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കാക്കി പ്ലേസ് ചെയ്തപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് കാണാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല വശം എടുത്ത് മുമ്പിൽ വെച്ചിട്ട്, അതായത് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് വശത്തിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ടിൻ്റെയും നല്ല വശം ഒന്നിച്ച് വന്നല്ലോ, അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു നല്ല വശം എന്ത് ചെയ്യുക, ഷോൾഡർ ഒന്നിച്ച് വരുന്ന വിധത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ്ങിനെ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും ബാക്കിൽ ഇപ്പോൾ രണ്ട് നല്ല വശം രണ്ടും ഫ്രണ്ടിലും ലൈനിങ് ബാക്കിലും ഉണ്ടാവുക. അത് കറക്റ്റായിട്ട് ആ ഷോൾഡർ കറക്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഇൻവിസിബിളായിട്ട് നമുക്കിങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫൈനൽ സ്റ്റിച്ചില്ലേ, നമ്മുടെ ലൈനിങ്ങിൻ്റെ ബാക്കിലാക്കി നമ്മൾ സ്റ്റിച്ച് ഇട്ടില്ലല്ലോ, ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ഈ തുണി ഇങ്ങനത്തെ ആയതുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ആ ലൈനിങ് പുറത്ത് വരാത്ത വിധത്തിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇച്ചിരി പണി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് നെക്കും കംപ്ലീറ്റ് ആയി, ഷോൾഡർ അറ്റാച്ച് ആയി, ഡോരിയും അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ടക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിൻ്റെ വശം നമ്മളൊന്ന് മടക്കി വെച്ചതാണ്.
അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എവിടെ ഓപ്പൺ കൊടുക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടക്കിടാനുള്ള അകലം എത്രയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 3 ഇഞ്ച്, അതായത് ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ സെൻറ്റർ പോർഷനിൽ അപ്പുറത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ 3 ഇഞ്ചിൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് ഒരു അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു 3 ഇഞ്ചിൻ്റെ പോർഷനിൽ അവിടുന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ 4 ഇഞ്ചിൻ്റെ, ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ വിഷ്വലിൽ കാണിച്ചിരിക്കുന്നത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഏലില്ലാണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് അര ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 2 സൈഡിലും അര ഇഞ്ച്, മൊത്തത്തിൽ 1 ഇഞ്ച് വരുന്ന രീതിയിലാക്കിയിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് നല്ല രീതിയിൽ കട്ടിയിൽ നമ്മൾ വരച്ചെടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ട്രേസ് എടുക്കണം. ഷോൾഡറും ആ നെക്കൊക്കെ അറ്റാച്ച് ചെയ്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ട്രേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൻ്റെ ആ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ വരയിലൂട്ടിയല്ല, നടുവിലെ വരേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ലൈനിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ താഴെയുള്ള നമ്മൾ ആ ഒരു ട്രയാങ്കിൾ അല്ലേ, അതിൻ്റെ സെൻറ്റർ ലൈൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും, അതായത് 2 സൈഡിൻ്റെയും സെൻട്രലായിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ആദ്യം കൊടുത്തിട്ട് ആ ലൈന് വെച്ചിട്ട് ജസ്റ്റ് മടക്കുക. ഓക്കെ, ആ നമ്മൾ ആ നടുക്കത്തെ വരയില്ലേ അതിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇപ്പുറത്തെ ട്രയാങ്കിൾ ഉണ്ടല്ലോ 2 വരയില്ലേ, ആ ഒരു വരേൻ്റെ മുകളിലോട്ട് ആ ഒരു പോയിന്റ് വരെയായിട്ടും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു അര ഇഞ്ച് കൊടുത്താൽ മതി, അധികം വരണ്ട. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് അവിടെ ടക്ക് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്യുക. 2 സ്റ്റിച്ച് ഇട്ടല്ലോ, ആ 2 സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ നമ്മൾ ആ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ, അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ കുറച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് എടുത്ത് 2ആക്കി മടക്കിയിട്ട് അളന്ന് നോക്കുമ്പോൾ 2ഉം 17 ഇഞ്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് വേണേൽ മാറ്റി കൊടുക്കാം. ഞാനിവിടെ 3/4 സ്ലീവ്, അതായത് മുട്ടിൻ്റെ മുകളിൽ വരുന്ന സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. ആ ഒരു തുണി എടുത്തിട്ട് അതിനെ എന്ത് ചെയ്തു, 2ആക്കി മടക്കി. അപ്പോൾ 2 പീസാണ് 2ആക്കി മടക്കിയത്. എന്നിട്ട് 12 ഇഞ്ച്, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ഒരു ചെറിയ പഫ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആ ഒരു പഫിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 12 ഇഞ്ചിൽ നിന്ന് ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുകളിലത്തെ പോർഷൻ നമുക്ക് പഫിന് വേണ്ടി വെച്ചാണ്. എന്നിട്ട് ആ മേലത്തെ ലൈനിൽ നിന്ന് ഒരു 3-3.5 ഇഞ്ചോ താഴേക്കായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് എന്താ വരക്കുന്നത് ഇങ്ങനെയല്ല, 3.5 ഇഞ്ച് വരച്ചിട്ട് നമ്മൾ നമ്മുടെ ആം ഹോൾ ലെങ്ത്തൊക്കെ വെച്ച് മാർക്ക് ചെയ്യണം. ഞങ്ങൾ ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് റാൻഡമായിട്ട് ആ 3.5 ഇഞ്ചിലത്ത് വരുന്ന രീതിയിൽ വരച്ചെടുത്തു. എന്നിട്ട് എന്ത് ആ പോയിന്റ് നമ്മൾ മേലെ മാർക്ക് ചെയ്ത 3 ഇഞ്ചില്ലേ, ആ ഒരു 3 ഇഞ്ചിൻ്റെ അവിടെ വരെ എത്തുന്ന രീതിയിലാക്കിയിട്ട് നമ്മളൊന്ന് റീഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ആകെ വേണ്ട അളവിനേക്കാൾ എക്സ്ട്രാ 3 ഇഞ്ച് കൊടുത്ത പഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴത്തെ അളവിനെ ജസ്റ്റ് ഒന്ന് ആ പഫ് വരെയായിട്ട് എടുത്തു കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ ഓപ്പണിങ് എത്രയാണോ വേണ്ടത് അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വരച്ച ലൈനില്ലേ, ലൈനിൻ്റെ അറ്റത്തേക്കായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്ലീവ്സിൻ്റെ കട്ടിങ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ സ്ലീവ്സിൻ്റെ കട്ടിങ് അറിയായിരിക്കുമല്ലോ, ആ ലെങ്ത്ത് മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയേ. ഞാൻ പറ്റുമെങ്കിൽ വേറെ സ്ലീവിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ വരെയാണ് നമ്മുടെ നോർമൽ വരുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു പോർഷൻ ടക്കിന് വേണ്ടിയിട്ടാണ്, പഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലൈനിങ്, സ്ലീവ്സിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ തുണി ഫുള്ള് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേഷൻ ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ലൈനിങ് വെച്ചിട്ടുണ്ട്, 2 സ്ലീവ്സിലായിട്ട് ലൈനിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ലൈനിങ് ഇല്ലയെന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ സ്ലീവ്സിൽ ആരും ലൈനിങ് വെക്കില്ല, പക്ഷേ ഇത് ഇടാൻ പറ്റില്ല ലൈനിങ് ഇല്ലാണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഈ ഒരു ലൈനിങ്ങും കൂടിയിട്ട് ഒന്ന് താഴത്തെ വശം ഓപ്പണിങ്ങിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കത് മറച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് താഴത്തെ വശം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തു. അതായത് ലൈനിങ്ങും ആ ഒരു മറിച്ചിടുമ്പോൾ കുഞ്ഞു ഭാഗമില്ലേ, ആ ഒരു ഭാഗവും കൂടെ ഒന്നിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ആ ഒരു സ്ലീവ്സിൻ്റെ ആ മുകളിലത്തെ പോർഷനില്ലേ, ആ ഒരു പോർഷനും നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, കാരണം അല്ലാണ്ട് പറ്റില്ല.
ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കാരണം തുണി എന്തായിട്ട് അടങ്ങി നിൽക്കുന്നതായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്ലീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ വന്ന പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ, കട്ടിട്ട് കൊടുത്തതിൻ്റെ ഇപ്പുറത്തുള്ളത്, അവിടെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ പോർഷൻ മൊത്തത്തിലായിട്ട് ചെറിയൊരു പഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്ലീവ് പഫ് വേണമെന്നാണെങ്കിൽ കുറച്ചധികം നീളം എടുത്തോട്ടോ. ഞാൻ ചെറുത് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ചെറുത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ്സ് ഉണ്ടല്ലോ, സ്ലീവ്സിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ സെൻറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷോൾഡർ ഇല്ലേ, ആ ഒരു ഷോൾഡർ വരുന്ന രീതിക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇനി അറ്റം വരെയായിട്ട് നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് സ്ലീവ്സും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പഫുള്ള സ്ലീവ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിലുള്ള ഹുക്ക് വെക്കേണ്ട പോർഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മെയിൻ ഫാബ്രിക്കിൻ്റെ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ജോയിൻറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് ബാക്ക് സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് തന്നെ വെച്ചിട്ട് ഒരു സൈഡ് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അത് നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഹുക്ക് വെക്കുന്നതും ആ ഒരു പട്ട വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് നമ്മൾ ജസ്റ്റ് മറിച്ചിടുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, രണ്ടിനെ നല്ല വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒരു മടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇട്ട സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചിൽ കൂടെ ഒരു മടക്കം കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തയ്ച്ച ആ ഒരു പോർഷൻ നമുക്ക് പുറത്ത് കാണൂല. ഓക്കെ, നേരത്തെ അതേ അളവായിട്ടുണ്ടാവും, ജസ്റ്റ് അവിടെ കട്ടിക്ക് കിട്ടേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അതിടാനുള്ള ഹോൾസ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് വെട്ടിയെടുക്കുക. അപ്പോൾ അത് നമ്മളൊരു 3 ഇഞ്ചിൻ്റെ അത്ര വിഡ്ത്തിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അത് ഞാനിവിടെ ലൈനിങ്ങിൻ്റെ പീസാണ് കൊടുക്കുന്നത്. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല, പുറത്ത് കാണുമല്ലോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസ് അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ കൊടുത്തു. നേരത്തെ കൊടുത്ത ആ ഒരു പീസ് ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് മതിയാവേ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോവുക. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് പുറകിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കും. ഓക്കെ, മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴെ വരെയും നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തതിനെ പോലെയല്ല, ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, മെയിൻ അളവിനേക്കാൾ ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഓൾറെഡി തയ്ച്ചു കൊടുത്തല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മടക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് കംപ്ലീറ്റ് ഒരു മടക്ക് മടക്കി അതിൽ സ്റ്റിച്ചിലൂടെ നമ്മൾ ഓപ്പോസിറ്റ് മടക്കി കൊടുക്കല്ലേ ഇതേ. ഇവിടെ എന്ത് ചെയ്യുക, ഒരു മടക്ക് മടക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിനേക്കാൾ പുറത്ത് നിൽക്കുന്ന വിധത്തിൽ കംപ്ലീറ്റ് ആ സ്റ്റിച്ചിലൂടെ മടക്കാതെ ആ സ്റ്റിച്ചിനേക്കാൾ പുറത്ത് കാണുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആ സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണാത്ത വിധത്തിലല്ലേ കൊടുത്തത്. ഇവിടെ ഇച്ചിരി പുറത്ത് കാണുന്ന വിധത്തിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനപ്പുറത്ത് ഒരു സ്റ്റിച്ചും കൂടെ, അങ്ങനെ 2 സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പുറത്ത് കാണണം. അപ്പോൾ നമ്മൾ പുറത്ത് കാണണം മീൻസ് നമ്മൾ ആ കറക്റ്റ് അളവിനേക്കാൾ ഇച്ചിരി ഉണ്ടായിരിക്കണം. ആ ഹുക്ക് വരുന്ന സമയത്ത് ഇത് കാണാണ്ട് അങ്ങ് പോയിക്കോളും. അതിൻ്റെ മുകളിലല്ലേ നമ്മൾ ഹുക്ക് വന്നിട്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇച്ചിരി പുറത്ത് വരുന്ന വിധത്തിലായിട്ട് നമ്മുടെ ഹുക്കിൻ്റെ ആ ഹോൾസ് വെക്കുന്ന പോർഷനും കൂടെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ വശം നമ്മൾ മടക്കി തയ്ക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തുണി വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ വീതിയില്ലേ, ആ ഒരു വീതിക്ക് കറക്റ്റ് വരുന്ന രീതിക്ക് ആ ഒരു നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ലൈനിങ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് കണ്ടോ, വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ സൈഡ് മുതൽ അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. അതായത് ആ ഒരു എക്സ്ട്രാ വന്ന പീസ് ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, അതായത് ആ ലൈനിങ് നമ്മൾ ഇപ്പോൾ വെച്ച പീസിനൊന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പീസ് അതിൻ്റെ ബാക്കിൽ വരുന്ന രീതിയിൽ ആ ഒരു പീസും ഇപ്പം നമ്മൾ വെച്ച ഒരു പീസും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് വരുന്ന രീതിയിലായിട്ട് അതൊന്ന് ആ ചെറിയ പീസും കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ വെച്ച ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ഓക്കെ, ആ ഒരു എക്സ്ട്രാ പീസ് എടുത്തിട്ട് ബാക്കിൽ വരുന്ന വിധത്തിലായിട്ട് അതൊന്ന് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ സെയിം പ്രോസസ്സ് ബാക്ക് സൈഡിലും ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത സൈഡ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് സൈഡ് നമ്മളിങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തല്ലോ, എന്നിട്ട് എവിടെയാണോ നമ്മൾ വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എത്രയും എത്തി എന്നുള്ളത് അതിൻ്റെ അപ്പുറം ഇച്ചിരി കടത്തിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 1/2 സെൻറ്റിമീറ്ററൊക്കെ വേണ്ടി വരില്ലേ.
എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളിത് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു നല്ല ഫാബ്രിക് എടുത്തിട്ട് ലൈനിങ് എടുത്തിട്ട് നമ്മൾ ബാക്ക് സൈഡിന് മേലെ വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡ് ഓൾറെഡി ചെയ്തു. ഓക്കെ, 2 വശങ്ങളിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ. അത് ജസ്റ്റ് വെച്ചൊന്ന് മെഷർ ചെയ്തിട്ട് അതിനേക്കാൾ ഇച്ചിരി അധികം വരുന്നത്. ഓക്കെ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഇതാണ് നമ്മളെ കറക്റ്റ് അളവ്. അതിനേക്കാൾ ഇച്ചിരി അളവ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ വെച്ച് ആ ഒരു ഫസ്റ്റ് മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് കറക്റ്റായിട്ട് പിറകിൽ വരുന്ന രീതിയിലായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് കൂടുതലും ഒന്ന് കുറവായി. പിന്നെ മൊത്തത്തിലൊന്ന് സ്ലീവ്സും ബോഡിയും ഒക്കെ ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡലാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണമൊക്കെ വരാൻ പോകുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനായിട്ട് പറഞ്ഞാലും മതിയേ. അപ്പോൾ ഇത് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിനുള്ള ഒരു ഡ്രസ്സ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സ്റ്റിച്ചിങ് ഇഷ്ടമാണെന്നാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അല്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽസ് ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ജസ്റ്റ് ബൈ.